സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് മറുപടിയായി പന്തളത്ത് ഹൈന്ദവ സംഘടനകളുടെ ബദൽ സംഗമം. രാവിലെ നടന്ന ശബരിമല വികസനം, വിശ്വാസം, സുരക്ഷ എന്ന സെമിനാർ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സെമിനാറിൽ ഉയർന്നത്. എന്നാൽ രണ്ട് സംഗമവും ഗുണകരമാകുമെന്നായിരുന്നു തന്ത്രി കണ്ഠരര് മോഹനരുടെ പ്രതികരണം. എല്ലാം ഭഗവാന്റെ അയ്യപ്പന്റെ അല്ലേ, അയ്യപ്പന്റെ സങ്കല്പത്തിൽ മാത്രമാണ് നമ്മൾ വന്നത്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. എല്ലാവരും ഭക്തിയല്ലേ ആവശ്യം. ഭഗവാനെ സേവിക്കണമെങ്കിൽ ഭക്തി വേണം. രണ്ടും ഭഗവാനെ ഉദ്ദേശിച്ചാണ് നടത്തിയത്. അതിൽ ഞാൻ പങ്കെടുത്തു, വളരെ സന്തോഷമാണ്. രണ്ടിനും അങ്ങ് അനുകൂലം തന്നെയാണ്. രണ്ടും അനുകൂലമാണ്. BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് അയ്യപ്പ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. സർക്കാരിന് മറുപടിയായി 20-ാം തീയതി നടന്ന സംഗമത്തിന് തൊട്ടിപ്പുറത്ത് പമ്പയിലാണ് സംഗമമെങ്കിൽ പന്തളത്ത് 22-ന് ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിലെ പങ്കാളിത്തം വഴി മറുപടി കൊടുക്കാനാകണം ശ്രമിച്ചിട്ടുണ്ടാവുക. സർക്കാരിന് മറുപടിയായോ ബദൽ സംഗമത്തിലൂടെ? സുജയ, സർക്കാരിനുള്ള ദേവസ്വം ബോർഡിനുള്ള ഒരു മറുപടി തന്നെയാണ് ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒരു ബദൽ അയ്യപ്പ സംഗമം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ അതിൻ്റെ ഭാഗമായുള്ള സെമിനാർ ആയിരുന്നുവെങ്കിൽ ഇന്ന് വൈകിട്ടാണ് യഥാർത്ഥ സംഗമം സംഘടിപ്പിക്കുന്നത്. നമുക്ക് പിറകിലേക്ക് നോക്കിയാൽ കാണാം, ഇവിടെ മുഴുവൻ നേരത്തെ തന്നെ 3 മണിയോടുകൂടി തന്നെ ഇവിടെ പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞു. ഇതിനോട് ചേർന്നുള്ള MC റോഡിലെ ഗതാഗതവും ഏതാണ്ട് ഗതാഗത കുരുക്കിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ചെയർമാനായ വത്സൻ തില്ലങ്കേരി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സ്വീകരിച്ച നിലപാടും അത് ഭക്തർക്ക് എങ്ങനെയാണ് അലോസരമായി തീർന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ആ പ്രസംഗം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത്, മറ്റ് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാർ എല്ലാവരുമുണ്ട്, സ്വാമിമാരുണ്ട്, BJP നേതൃത്വം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത്. രാവിലെ സെമിനാർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞിട്ട് പ്രതികരിക്കാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കൃഷ്ണദാസുണ്ട്, അതുപോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടതുപോലെ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിനുണ്ടായിരുന്ന വലിയ ഡാമേജ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ സംഗമം വിളിച്ചു ചേർത്തത്. അത് പരാജയമാണ് എന്നാണ് സംസാരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ വന്നിട്ടുണ്ട്. BJPയുടെ അതുപോലെ തന്നെ RSSന്റെ ഒക്കെ മുതിർന്ന നേതാക്കളെ തന്നെ നമുക്ക് കാണാം. A. ജയകുമാർ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൽ ജനപങ്കാളിത്തം, ആ പങ്കാളിത്തത്തിലൂടെ ഒരു മറുപടി കൊടുക്കാൻ ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സദസ്സ് കാണുമ്പോൾ ആ ഒരു മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളെയും പങ്കെടുപ്പിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനല്ലേ? ഉറപ്പായും അത് തന്നെയാണ് കഥ. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ തങ്ങൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരല്ല, തങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്കെതിരല്ല എന്ന് പറയാനായിരുന്നു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത്. എന്നാൽ അത് തട്ടിപ്പാണെന്നും അത് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് എന്നുമാണ് സംഘപരിവാരങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമാന്തര അല്ലെങ്കിൽ ബദൽ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ജനങ്ങളെ കൊണ്ട് ഒരു മറുപടിയായി. ഒപ്പം അന്ന് എന്താണ് സംഭവിച്ചത്? യുവതീ പ്രവേശന സമയത്ത് ഈ സർക്കാർ എടുത്ത നിലപാട് എന്താണ്? തീർച്ചയായും ഈ സർക്കാരും CPIM-ഉം അവർ അയ്യപ്പ വിശ്വാസികൾക്കെതിരാണ്, ശബരിമലക്കെതിരാണ്, ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരാണ് എന്ന് മാത്രമല്ല യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്ന് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു വിശാലമായ യോഗം മിനിഞ്ഞാന്നാണ് ആഗോള അയ്യപ്പ സംഗമം ചേർന്നത്. അതിന് 2ാമത്തെ ദിവസം ഇത് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സുജയ പറഞ്ഞതുപോലെ വത്സൻ തില്ലങ്കേരി സംസാരിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻനിരയിലിരിക്കുന്നു. മറ്റ് സ്വാമിമാരും സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളും വേദിയിലും ഇരിപ്പുണ്ട്. സുജയ.